സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും. ഒരു ഹദീസിൽ നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പകുതി ശതമാനവും ഈ ഉമ്മത്തിലുള്ളവരായിരിക്കും. അതിൽ പെടാൻ ആഗ്രഹം ഉണ്ടാവണം, അതിൽ എൻ്റെ പേരുണ്ടാവണം, ആ സ്ഥാനങ്ങളിൽ എനിക്കൊരു റോൾ ഉണ്ടാവണം, ആ പകുതി ശതമാനത്തിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ചിന്ത ഉണരേണ്ടത്. ഈ ഉമ്മത്തിന്റെ മറ്റൊരു സവിശേഷത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ സഫായുള്ള ഈ ഉമ്മത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ മലായികത്തുകളുടെ സഫുകൾ കണക്കെയാണ്. നമ്മുടെ സഫുകൾ നമസ്കാരത്തിലൊക്കെ ശരിക്കൊന്ന് നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഒരു മനുഷ്യന്റെ, മുസ്ലിമിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് സഫ്. ആ സഫുകൾ പരസ്പരം തൊട്ടു നിൽക്കുക എന്നത് ഹദീസിന്റെ പ്രയോഗമാണ്. നിങ്ങൾക്കൊരാൾ തൊടുമ്പോഴത്തേക്ക് ഒരു അസ്വസ്ഥതയുണ്ടോ? നിങ്ങൾ പ്രവാചകന്റെ കൽപ്പനയോട് വിമുഖത കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തൊട്ടു നിൽക്കുമ്പോൾ നിസ്കാരത്തിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മൻകബുകൾ തമ്മിൽ, ചുമലുകൾ തമ്മിലും കാലുകൾ തമ്മിലും ചേർന്ന് നിൽക്കണം. അപ്പൊ ആളുകൾ ചോദിക്കും, എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഹദീസിൽ കാണാം, അതിന്റെ ഇടയിൽ ഒരു വിടവ് വന്നാൽ അവിടെ ശയാത്തീനുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കി തരും. അപ്പൊ കുബുദ്ധികളായ ആളുകൾ ചോദിക്കും, രണ്ട് കാലുകൾ നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ശൈത്താൻ വരൂലേ? അവിടെ ശൈത്താൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ശൈത്താൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൊഫിന്റെ ക്രമീകരണം മലായികത്തുകൾ അണിയായി നിൽക്കുന്ന പോലെ എന്തൊരു ഭദ്രമായ കെട്ടുറപ്പാണ്. അതുകൊണ്ട് അതെന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. വല്ലല്ലാഹു മസ്ജിദാ, എന്റെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ പോയാലും സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റും. പള്ളിയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. എവിടെയാണോ നിസ്കരിക്കുന്ന സമയത്ത് എത്തിയതെങ്കിൽ മരുഭൂമിയിൽ നിസ്കരിക്കാം, മണ്ണിൽ നിസ്കരിക്കാം, ജോലി സ്ഥലത്ത് നിസ്കരിക്കാം. ഇതൊക്കെ ആ സാഹചര്യം അനുസരിച്ച്. എന്റെ ഉമ്മത്തിന് മണ്ണ് തൊഹൂറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര സുവിസ്തരിച്ച് വിശദീകരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് മറ്റു ഉമ്മത്തുകൾക്കില്ലാത്തൊരു സവിശേഷതയാണ് 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലെത്തും. ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുന്ന വിഭാഗമുണ്ട്. ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. 70,000 ആളുകൾ ചില സവിശേഷ ഗുണങ്ങളുള്ളവരാണ്. മറ്റൊരു ഹദീസിൽ കാണാം, തരിദൂന അലയ്യ ഗുർറം മുഹജ്ജലീന ഗുർറം മിനസ് സുജൂദ്. എന്റെ ഉമ്മത്തിലുള്ള ആളുകൾ വുളു ഉണ്ടാക്കും. നിസ്കാരം ശരിയാവണോ? വുളു ശരിയാകണം. വുളു ശരിയാകണോ? ഷർത്തുകളുണ്ട്. വുളുവിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫർളുകളുണ്ട്. വുളുവിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വുളുവിന്റെ സുന്നത്തുകളുണ്ട്, കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ. ആ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ കൈകൾ കഴുകണം എന്ന് പറഞ്ഞു. ശരി, ആ കൈകൾ ഒന്ന് കൂട്ടി ഒന്നുകൂടെ മേലേക്ക് അങ്ങ് കഴുകിയാൽ എന്താ ഗുണം? നാളെ പരലോകത്ത് ഉദൂഇന്റെ അവയവങ്ങൾ തെളിച്ചമുള്ളതായി, വെളിച്ചത്തോടെ ജ്വലിച്ചു നിൽക്കുന്നതായി നാളെ എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ ഉദൂഇന്റെ അവയവങ്ങൾ ജ്വലിച്ചു നിൽക്കും. പിശുക്കണ്ട, പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്തോ. മുഖം കഴുകണം എന്ന് നമ്മളോട് പറഞ്ഞു. മുഖത്തുള്ളതെല്ലാം കഴുകണം. മൂക്ക് കഴുകണം, വായ കഴുകണം, പല്ല് തേക്കണം, വായയിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. മൂക്ക് എന്താ ചെയ്യണത്? വെറുതെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പെടയാണ്, ആവൂല. മൂക്കിലേക്കൊന്ന് വെള്ളം വലിക്കണം, എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലിച്ച് കഴുകണം. തല ശരിയാവണ്ണം തടവാൻ പറഞ്ഞു, തല മൊത്തം തടവാൻ പറഞ്ഞു. തല തടവുന്നുണ്ടോ? മുടി മാത്രമാണോ തടവുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, അവയവങ്ങൾ, വുളൂഇന്റെ അവയവങ്ങൾ വരെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിച്ചു കൊടുക്കും. 7 അവയവങ്ങൾ കൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആ അവയവങ്ങൾ പ്രത്യേകമായി നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിക്കപ്പെടും. കുറഞ്ഞ സൽക്കർമ്മം ചെയ്താലും കൂടുതൽ പ്രതിഫലം എൻ്റെ ഉമ്മത്തിലുള്ളവർക്കുണ്ട്. 100 ഇരട്ടി 700 ഇരട്ടി വരെ കൂലിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഒരു നന്മക്ക് 10 ഇരട്ടി കൂലിയുള്ള സംഭവങ്ങളുണ്ട്. ചെറിയ കുറച്ചു കാലത്തെ നന്മ കൊണ്ട് ധാരാളം വമ്പിച്ച പ്രതിഫലം എൻ്റെ ഉമ്മത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും, വിട്ടുകൊടുക്കും അവർ ചെയ്യുന്ന തെറ്റ്. ആർക്കാണ്? അൽ ഖതാ, അബദ്ധത്താൽ സംഭവിച്ചത്. അറിയില്ല, ഇത് തെറ്റാന്നറിയില്ല.
ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. അബദ്ധത്താൽ വല്ലതും സംഭവിച്ചാൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് മാപ്പുണ്ട്. വന്നിസിയാൻ മറവി കാരണം കൊണ്ട് വല്ലതും സംഭവിച്ചു പോയാൽ അവന് മാപ്പുണ്ട്. വമസ്തുകിരിഹു അലൈഹി നിർബന്ധിതമായ ഒരു സാഹചര്യം കൊണ്ട് വല്ല വേണ്ടാത്തരങ്ങൾ ചെയ്യേണ്ട ഗതികേട് വന്നാൽ അത്തരം സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അവന് ചില ഇളവുകൾ അള്ളാഹിന്റെ അടുത്തുണ്ട്. അത് അള്ളാഹുവിന് അറിയാം ആ സാഹചര്യം എന്താണെന്നുള്ളത്. മാത്രമല്ല നാളെ പരലോകത്ത് പ്രത്യേകമായി സിറാത്ത് എന്ന സ്ഥാനമുണ്ടല്ലോ, ഒരു പദവി ഉണ്ടല്ലോ, സിറാത്ത് എന്ന പാത സഞ്ചരിക്കാർ. ഫകൂനു അനവ ഉമ്മതി അവ്വല മൻ യുജീസ്, ഞാനും എൻ്റെ ഉമ്മത്തുമായിരിക്കും ആദ്യമായി സിറാത്ത് കടന്നു പോകുന്നവർ. ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് നമ്മളെ കുറിച്ചാണ്. എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടങ്ങുന്നവരാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരും പെടുന്നതാണിത്. സിറാത്ത് കടക്കുന്നവർ എൻ്റെ ഉമ്മത്തിൽ നിന്നായിരിക്കും ആദ്യപടി. അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്തിന് എപ്പോഴെങ്കിലും വുളൂ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ പകരമായി അവർക്ക് വെള്ളത്തിന് പകരം തയമ്മും, ഇതൊന്നും മറ്റു ഉമ്മത്തിന് കിട്ടാത്ത, അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് എൻ്റെ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത ചില ആനുകൂല്യങ്ങളാണ്. ജംഉം ഖസ്റുമായി നമസ്കരിക്കാനുള്ള ആനുകൂല്യം എൻ്റെ ഉമ്മത്തിന് കിട്ടിയതാണ്. നോമ്പ് പോലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുമ്പ് വന്ന പല തലമുറകൾക്കും നോമ്പുണ്ടായിരുന്നു. ഉമ്മത്തിലൊക്കെ നോമ്പെന്ന് പറയുന്ന ഇബാദത്തുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് വിടും. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു നോമ്പ്. അപ്പൊ ഒരു കൊല്ലത്തിൽ എത്ര നോമ്പുണ്ടാവും ആലോചിച്ചു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഉമ്മത്തിന് നോമ്പ് കൊടുത്തിരിക്കുന്നത് കേവലം 12 മാസത്തിൽ 1 മാസം മാത്രം, അതിന്റെ പകലിൽ മാത്രമാക്കി ചുരുക്കി കൊടുത്തു. പക്ഷേ ആ ഇബാദത്തിന്റെ സ്ഥാനം വിശദീകരിച്ച പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കണം, ആ ഒരു നോമ്പുണ്ടല്ലോ അതിന്റെ ദറജ വലുതാണ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അവനെ അള്ളാഹു അകറ്റുന്നതാണ്. 70 കൊല്ലം അവനെ ഒരു നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. 10 ദിവസം നോമ്പെടുത്താൽ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഇത് വെച്ചോ, 10 ദിവസം ഒരാൾ നോമ്പെടുത്താൽ 700 വർഷം അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. 30 ദിവസം നോമ്പെടുക്കാൻ അൽഹംദുലില്ലാഹ് കഴിഞ്ഞാൽ 2100 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. ഏതാ നരകം? വില കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല, എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, ഒരാൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ലോകമായ നരകത്തിൽ നിന്ന് ഒരു അടിമയെ അള്ളാഹു അകറ്റുകയാണ് ഒരു നോമ്പങ്ങ് നോൽക്കുന്നതോടെ. സ്വഹാബത്ത് വന്ന് പലപ്പോഴും നബിനോട് ചോദിക്കും, നബിയെ ഞങ്ങൾക്ക് ചില സൽക്കർമ്മങ്ങളൊന്ന് പഠിപ്പിച്ചു തരാമോ, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി നേടാൻ പറ്റുന്ന സൽക്കർമ്മം പറയാൻ പറ്റുമോ? അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പ് നോറ്റോളൂ, ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ മറ്റൊരു ഇബാദത്ത് ഇല്ല. എന്തൊരു സഹനമാണ്, എന്തൊരു ക്ഷമയാണ് നോമ്പ് പഠിപ്പിക്കുന്നത്. ഇതിന് സമാനതകളില്ല, നിങ്ങൾ നോമ്പെടുത്തോളൂ. ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദക കമാ ബൈനസ് സമാഇ വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ ഒരു ഖന്ദഖ്, ഒരു കിടങ്ങുണ്ടാക്കിയതുപോലെ ഒരു നോമ്പ് നോറ്റാൽ അത്രയും വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റും. നല്ല നീയത്തോടുകൂടെ, നല്ല താല്പര്യത്തോടുകൂടെ, ഈമാനം വഹ്തിസാബൻ എന്ന് പറഞ്ഞ പോലെ നല്ല പ്രതിഫല പ്രതീക്ഷയോടെ ഈമാനോടെ നോമ്പ് നോറ്റു. മറ്റൊരു ഹദീസിൽ മസീറത മിഅത് ആം, 100 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റും. ഇതൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഉലമാക്കന്മാർ പറയാണ്, എന്താ നോമ്പിന് ഇത്ര പ്രതിഫലം, എന്താ മറ്റുള്ളതിന് ഇല്ലാത്ത ഒരു നേട്ടം ഇതിനെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം? വഖാലൽ ഉലമാ, ഉലമാക്കന്മാർ പറയാണ്, സലാസതു അൻവാഇൻ ഫിസ്സബ്രി, 3 ക്ഷമയാണ് നോമ്പുകാരന് വരുന്നത്. നമുക്കുണ്ടോ നോക്കണം. ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹനെ അനുസരിക്കാനുള്ള ക്ഷമ. എല്ലാം വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, കുടിക്കണില്ല. അസ്സബ്ർ, നല്ല ക്ഷമയാണ് നന്മ ചെയ്യാൻ. വഅൻ മഅസിയത്തില്ലാഹ്, അല്ലാഹനെ ധിക്കരിക്കാനുള്ള ആ കാര്യത്തിൽ നിന്ന് അവൻ ക്ഷമിക്കുകയാണ്. വേണമെങ്കിൽ നോമ്പ് മുറിക്കാം, ആരറിയാൻ? വേണമെങ്കിൽ വേണ്ടാത്തരങ്ങൾ അവന് പ്രവർത്തിക്കാം, ആരും അറിയില്ല. പക്ഷെ എന്നിട്ടും തെറ്റുകളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നതിന്റെ ക്ഷമയുണ്ട്. അള്ളാന്റെ വിധിയിൽ അവൻ വിശപ്പിൽ, ദാഹത്തിൽ കൺട്രോൾ ചെയ്ത് വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ക്ഷമയുണ്ടല്ലോ, ഈ ക്ഷമയെല്ലാം നോമ്പുകാരനുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതുകൊണ്ട് കണക്കില്ല, ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും.
എത്ര നല്ല ക്ഷമയാണ് നോമ്പുകാരനെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ നല്ല നോമ്പുകാരനായി മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. വരുന്ന നാളുകൾ, വരുന്ന റമദാന്, വരുന്ന നോമ്പൊക്കെ എന്തെങ്കിലും ഒരു പുതിയ നന്മയും ഊർജവും പകരുന്നതായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 3 നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദിവസത്തിൽ 3 നോമ്പ് നോൽക്കുന്ന സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ആ നോമ്പ് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനകത്തുള്ള പകയും വെറുപ്പും ഒക്കെ നീങ്ങിക്കിട്ടും. മനുഷ്യനൊന്ന് നന്നാകും. അവന്റെ ക്രൂരമായ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും. അവന്റെ ജീവിതത്തെ ശരിയായ ഒരു നല്ല ചിട്ടയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇബാദത്ത് അവന് ട്രെയിനിങ് കൊടുക്കും. ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന പുസ്തകത്തിൽ പറയാണ്, ഈ ജീവിതത്തിൽ പടച്ചോൻ തന്ന ആയുസ്സെങ്ങാനും നോമ്പ് കൊണ്ടങ്ങ് തീരുകയാണെങ്കിൽ, നോമ്പ് പോയിട്ട് അങ്ങോട്ട് മരിച്ചാണ് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നോമ്പ് തോറ്റ് വൈകുന്നേരം മഗ്രിബിന് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്നാവൻ സ്വർഗത്തിലെത്തും മഅസാബിഖീനൽ അവ്വലീൻ. മുൻഗാമികളായ പൂർവികന്മാരായ ആദ്യ ആളുകൾ സ്വർഗത്തിലെത്തിയതുപോലെ നോമ്പുകാരനായി മരിച്ചാൽ, നോമ്പ് നോറ്റതിന് ശേഷം ഉടൻ മരിച്ചാൽ വലിയ ദറജയാണ് അവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ നോമ്പുകാലത്തും നമ്മൾ നല്ല അതപോടെ ആ നോമ്പ് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ലൈംഗിക ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അനാവശ്യമായ വാക്കും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. 4 കൊല്ലമായി ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഖതീബായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ കച്ചവടക്കാരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെട്ടത് മുതൽ നമുക്ക് ഓരോരുത്തരെയും അറിയാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നോമ്പുകാലത്ത് പോലും നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് കയർത്തും കൊമ്പുവെച്ചും സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ, കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ബഹള കോലാഹലങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. ഒരാൾ അവന്റെ മോശം പ്രവർത്തനങ്ങൾ, മോശം സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമ വശറാബ, അവന്റെ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കുന്നതിന് അല്ലാഹുവിന് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു നോമ്പ് വേണ്ടെന്നാണ്. അങ്ങനത്തെ വ്യക്തികളുടെ നോമ്പ് വേണ്ട. അവൻ പൂർണ്ണമായി നന്നാകാൻ മനസ്സുണ്ടെങ്കിൽ നോമ്പ് പറ്റാൻ മതി. അപ്പൊ അത് കേവലം പട്ടിണി അടക്കാനുള്ള നോമ്പല്ല. കഴിഞ്ഞ റമദാനിലൊക്കെ എത്രയോ ആളുകൾ നിസ്കാരം പോലും, അസർ നമസ്കാരം പോലും മഗ്രിബിന്റെ സമയത്ത് അവൻ നിസ്കരിക്കുന്നത്. മഗ്രിബി ബാങ്ക് കൊടുത്താൽ അവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇശാന്റെ സമയത്ത് കയറി വരും. ആള് നോമ്പാണ്. എന്താണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? കേവല ചടങ്ങാണോ? പട്ടിണി അടക്കലാണോ നോമ്പ്? ഉലമാക്കന്മാർ വായിക്കുന്നുണ്ട്, അൽ ബറക്കത്തു ഫി സലാസിൻ, നോമ്പുകാരാ ഒരു സുന്നത്തും നീ കളയരുത്, ഒരു പുണ്യവും വെറുതെ കളയരുത്. നിനക്ക് 3 കാര്യത്തിൽ ബറക്കത്തുണ്ട്. ഫിൽ ജമാഅത്തി, ജമാഅത്തായുള്ള പ്രവർത്തനങ്ങളിൽ, വസ്സരീദ്, സരീദ് എന്ന് പറയുന്ന ഭക്ഷണത്തിൽ, വസ്സുഹൂർ, അത്താഴത്തിൽ നിനക്ക് ബറക്കത്തുണ്ട്. ഒരു ഇറുക്ക് വെള്ളമെങ്കിലും നീ കുടിക്കണം. എനിക്കെന്റെ ആവശ്യമില്ല. ചിലർ പറയും, ചിലർ ഉറക്കം നഷ്ടമാകരുതല്ലോ എന്ന് കരുതിയിട്ട് അത്താഴം കൂടെ വേണ്ടാന്ന് വെക്കും. അള്ളാഹ് തരുന്ന ബറക്കത്ത് വേണ്ടാന്ന് വെക്കാൻ നമ്മൾ ആരാ? അവിടെ എണീക്കണം. എന്തെല്ലാം ചെയ്യാനുണ്ട് ആ സമയത്ത് നമുക്ക്. നമ്മളെ ഈ എല്ലാ റമദാനുകളിൽ എന്ന പോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ഉറക്കം, 2 മൊബൈല്. ഈ 2 സാധനങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ഇല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ പോലെ തന്നെ ആയിരിക്കും. കഴിഞ്ഞങ്ങോട്ട് പോയതിനു ശേഷം നമ്മളിങ്ങനെ ഇരുന്ന് വരഭിക്ഷ കുറേ സമയം പുറത്തു പോയി, കുറെ ഇരുന്നുറങ്ങും, കുറെ കിടന്നുറങ്ങും, കുറെ മേശമ കൈ വെച്ചുറങ്ങും. നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കി. ഇതിന് തയ്യാറില്ലെങ്കിൽ അത്താഴത്തിന്റെ പുണ്യം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു സരീദ്. പാലും റൊട്ടിയും ഒക്കെ മിക്സറാക്കിയിട്ട് ഇന്നും മിസ്റിലും ഫലസ്തീനിലും ജോർദാനിലും ഒക്കെ ഉണ്ട്. അൽ ഫത്ത എന്നാണ് ആ ഭക്ഷണത്തിന്റെ പേര്. ഇറാഖിലൊക്കെ ചെന്നാൽ അവർ ഫിതാത്ത് എന്ന് വിളിക്കുന്ന ഒരു ഭക്ഷണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, നബിതങ്ങളുടെ ഇഷ്ടവിഭവമായിരുന്നു എന്നർത്ഥം. നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? തടി ഉറക്കലാണോ? വെയിറ്റ് ലോസ് ആണോ? രോഗം മാറ്റലാണോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ഭക്തരായി നല്ല മനസ്സിന്റെ ഉടമകളായി സകല ഹറാമെന്നൊഴിവായി സകല നന്മയിലും കുതിച്ചുയരുന്നൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയാണ്. ആരോഗ്യപരമായി കുറേ നേട്ടങ്ങൾ ഉണ്ടാവും, അത് വേണ്ടെന്നല്ല, അത് വേണം. അതിനേക്കാൾ ഉപരിയായി മനസ്സിന്റെ തഖ്വയും ഈമാനിലുമുള്ള വലിയ മാറ്റമാണ് നമുക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന നിർബന്ധമായ നോമ്പിന്റെ സന്ദർഭത്തിലേക്ക് വരാനും പുണ്യങ്ങളെല്ലാം കൃത്യമായി മുടങ്ങാതെ ചെയ്യുവാനുമുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.